പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ആത്മോപദേശ ശതകത്തിൻ്റെ 7ാം മന്ത്രമാണ് ഇന്ന് നമ്മളിവിടെ മനന വിഷയമായി എടുത്തിട്ടുള്ളത്. നമുക്ക് 7ാം മന്ത്രത്തിലേക്ക് കടക്കാം. ഉണരരുതിനി ഉറങ്ങിടാതെ ഇരുന്നീടണം, അറിവായി ഇതിനിന്നയോഗ്യൻ എന്നാൽ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുത് ഇനി ഉറങ്ങിടാതെ ഇരുന്നീടണം, അറിവായി ഇതിനിന്ന് അയോഗ്യൻ എന്നാൽ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. നമുക്ക് ഈ മന്ത്രത്തിന്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഉണരരുത് ഇനി എന്ന് പറയുമ്പോൾ വിഷയങ്ങളിലേക്ക് ഇനി ഉണരരുത്. ഉറങ്ങിടാതെ ഇരുന്നിടണം, ആത്മബോധത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതെ ഇരിക്കണം. ഉറങ്ങിടാതെ ഇരുന്നിടണം എന്നതിൻ്റെ അർത്ഥം ആത്മബോധത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതെ ഇരിക്കണം. അറിവായി, ഞാൻ അറിവാണെന്ന് അറിയണം. ഇതിന് ഇന്ന് ആത്മനിഷ്ഠനായിരിക്കുന്നതിന് അയോഗ്യൻ എന്നാൽ യോഗ്യനല്ലെന്ന് വരികയാണെങ്കിൽ പ്രണവം ഉണർന്ന്, ആത്മബോധം ഉള്ളിലുണർന്ന്, പ്രണവം ഉണർന്ന് എന്നതിൻ്റെ അർത്ഥം ആത്മബോധം ഉള്ളിലുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും. പിറപ്പൊഴിഞ്ഞു വാഴും ഇതിൻ്റെ അർത്ഥം ജനന മരണങ്ങളുടെ ചാക്രികതയിൽ നിന്നും മുക്തനായിരിക്കുന്ന മുനിജന സേവയിൽ ഒരു ഗുരുവിനെ സേവിക്കുന്നതിലും പ്രസാദിപ്പിക്കുന്നതിലും മൂർത്തി നിർത്തിടേണം. മുഴുവൻ ശ്രദ്ധയെയും ഏകോപിച്ച് നിർത്തണം. ഒരിക്കൽ കൂടി പറയാം. വിഷയങ്ങളിലേക്ക് ഇനി ഉണരരുത്, ആത്മബോധത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാതെ ഇരിക്കണം. ഞാൻ അറിവാണെന്ന് അറിയണം. ആത്മനിഷ്ഠനായിരിക്കുന്നതിന് യോഗ്യനല്ലെന്ന് വരികയാണെങ്കിൽ ആത്മബോധം ഉള്ളിലുണർന്ന് ജനന മരണങ്ങളുടെ ചാക്രികതയിൽ നിന്നും മുക്തനായിരിക്കുന്ന ഒരു ഗുരുവിനെ സേവിക്കുന്നതിലും പ്രസാദിപ്പിക്കുന്നതിലും മുഴുവൻ ശ്രദ്ധയെയും ഏകോപിച്ച് നിർത്തണം എന്നുള്ളതാണ് ഈ വരികളുടെ അർത്ഥം. ഇനി നമുക്ക് അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചെറിയൊരു ഉദാഹരണത്തിലൂടെയാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും പലഹാരങ്ങൾ ചുട്ടെടുക്കുന്ന മണം മൂക്കിലടിച്ചാൽ അറിയാതെ നമ്മുടെ മനസ്സ് പറയും, ഒരു മസാലദോശ തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. നമ്മുടെ വായിൽ അപ്പോൾ വെള്ളം വന്ന് നിറയും, അല്ലേ? നമ്മൾ എത്ര പെട്ടെന്നാണ് ഓരോരോ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുന്നത്. ചൂണ്ടലിന്റെ കൊളുത്തിൽ മണ്ണിരയെ കൊരുത്തിയിട്ട് മീൻപിടുത്തക്കാരൻ മത്സ്യത്തെ പ്രലോഭിപ്പിക്കുന്നത് പോലെയാണ് പ്രകൃതി നമ്മുടെ മുന്നിലേക്ക് ഓരോ വിഷയങ്ങളെയും എറിഞ്ഞു തരുന്നത്, അല്ലേ? പ്രകൃതി പല പല വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരും. അത് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ വേണം എന്നുള്ളത്. പ്രകൃതി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്ന വിഷയങ്ങളെയെല്ലാം അതേപോലെ നമ്മൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. നാം ആത്യന്തികമായി അത് എന്താണെന്ന് അറിയണം. നമ്മെ തന്നെ നാം അറിയണം. അതിനാണ് സ്വാമി തൃപാദങ്ങൾ ഇവിടെ ഊന്നി പറയുന്നത് ഉണരരുതിനി എന്ന്. ഇതിനർത്ഥം കിടന്നുറങ്ങണം എന്നല്ല. ആത്മസ്ഥിതനായ നാം ആ കാര്യം മറന്നു പോകുന്നു. താൻ ആത്മാവാണെന്ന കാര്യം മറന്നു പോകുന്നു. ആ കാര്യം മറന്നു പോകാതിരിക്കാൻ, അതൊരു ഉറക്കമാണ്. ആ ഉറക്കത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഉണരണം. നമ്മൾ എന്താണ്? ആത്മാവാണ്, നാം അറിവാണ്. ആ അറിവാണെന്ന് നാം തിരിച്ചറിയണം. അറിവാണെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ നമ്മൾ പല പ്രലോഭനങ്ങളിലേക്കും പെടാതെ ഇരിക്കും. പ്രകൃതി തരുന്ന പല പ്രലോഭനങ്ങളിൽ നിന്നും മുക്തനാകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിനാണ് നമ്മൾ ഉറങ്ങരുത്, ഉറങ്ങാതെ ഉണർന്നിരിക്കണം എന്നാണ് ഇവിടെ തൃപാദങ്ങൾ പറയുന്നത്. അഥവാ നമുക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കുകയില്ല. എല്ലാവർക്കും അതുപോലെ
ഇരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഉറങ്ങാതെ അറിവായിരിക്കണം. നാം ഓരോരുത്തരും അറിവാണെന്ന ബോധത്തോടെ ഇരിക്കണം. സ്വാമി തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവും ആത്മാവും ഒന്നു തന്നെയാണ്. എല്ലാവർക്കും ഇങ്ങനെ ആത്മനിഷ്ഠ കിട്ടിയെന്ന് വരില്ല. വീണ്ടും വീണ്ടും നമ്മുടെയൊക്കെ മനസ്സ് ലോകകാര്യങ്ങളിലേക്ക് വഴുതിപ്പോകും. അപ്പോൾ ഇങ്ങനെ പോകാതിരിക്കാൻ ഇതൊരു അയോഗ്യതയാണ് അല്ലേ? നമ്മുടെ മനസ്സ് ലോകകാര്യങ്ങളിലേക്ക് ഇങ്ങനെ വഴുതിപ്പോകും. അതൊരു അയോഗ്യതയാണ്. ഈ അയോഗ്യതയെ നാം തിരിച്ചറിയണം. നമ്മളിലുള്ള ആ ദോഷവശത്തെ നമ്മൾ തിരിച്ചറിയണം. അതിനുള്ള പോംവഴി എന്താണ്? സ്വാമി തൃപ്പാദങ്ങൾ അതും നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. സ്വയമേ സ്വസ്ഥനാകാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതിന് ഒരു ഗുരുവിനെ സമീപിക്കണം. ആ ഗുരുവാകട്ടെ അന്തരാത്മാവിൽ നാദാനുഭൂതി കൊണ്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാവാണ്. ഗുരുവിന്റെ 2 ലക്ഷണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പ്രണവം ഉണർന്നവനെന്നും പിറപ്പൊഴിഞ്ഞവനെന്നും. ഇങ്ങനെയുള്ള ഒരു ഗുരുവിനെ തന്നെ കണ്ടെത്തണം. എങ്ങനെയുള്ള ഗുരുവിനെ തൃപ്പാദങ്ങൾ ഇവിടെ പറയുന്നത്? പ്രണവം ഉണർന്നവനെന്നും പിറപ്പൊഴിഞ്ഞവൻ എന്നുമുള്ള ഇത്തരത്തിലുള്ള ഗുരുവിനെയാണ് നാം കണ്ടെത്തേണ്ടത്. എന്നിട്ട് ആ ഗുരുവിനെ സേവിച്ച് മുഴുവൻ ശ്രദ്ധയും വിശ്വാസവും ഗുരുവിൽ അർപ്പിച്ച് ജീവിക്കണം. കുറെ നാൾ കഴിയുമ്പോൾ നമ്മിലെ ദുർവാസനകളെല്ലാം അങ്ങ് ക്ഷയിക്കും. ഇങ്ങനെ നിരന്തരം നമ്മൾ ഗുരുവിനെ സേവിച്ച് കഴിയുമ്പോൾ നമ്മളിലുള്ള ദുർവാസനകളെല്ലാം ക്ഷയിക്കാൻ തുടങ്ങും. സദ്വാസനകൾ പുഷ്ടി പ്രാപിക്കും. വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ടിന് സ്ഥാനമില്ലല്ലോ. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 7ാം മന്ത്രത്തിന്റെ ലഘുവായൊരു വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഈ മനനം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.